ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക ക്രിസ്തു ദർശനമാണ്. ഈ ക്രിസ്തു ദർശനത്തെ നെഞ്ചിലേറ്റി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ സമർപ്പിത ശുശ്രൂഷ ചെയ്യുന്ന ആയിരക്കണക്കിന് സമർപ്പിതരുടെ ജീവിത കഥ പറയുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ സംവാദവേദിയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഏത് മേഖലയിലാണെങ്കിലും കർമ്മമേഖലകളിൽ വൈവിധ്യപൂർണമായ സമർപ്പണ ശൈലി കൊണ്ട്, ഏറ്റവും പ്രൊഫഷണലായ പ്രത്യക്ഷീകരണങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു സന്യാസ സമൂഹമാണ് പള്ളോട്ടൈൻ സന്യാസ സമൂഹം. നല്ല വൈദികരെയും നല്ല ബ്രദേഴ്സിനെയും നല്ല സമർപ്പിതരായ സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങളെയും ക്രിസ്തുവിന് വേണ്ടി പരിശീലിപ്പിച്ചൊരുക്കി 53 ലോക രാഷ്ട്രങ്ങളിൽ സുവിശേഷ ശുശ്രൂഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന അത്ഭുതകരമായ പരിപാലനയുടെ നിറവ് പ്രഘോഷിക്കുന്ന ഒരു സന്യാസ സമൂഹത്തെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. ഫാദർ വർഗീസ് പുല്ലൻ പള്ളോട്ടൈൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ഹൃദ്യമായി ഈ നല്ല വേദിയിലേക്ക്. ഫാദർ വർഗീസ് പുല്ലൻ SAC, എറണാകുളം ജില്ലയിലെ അങ്കമാലി രൂപതയിൽ സെന്റ് ജോസഫ് മാമ്പ്ര ഇടവകയിൽ പുല്ലൻ ഭവനത്തിൽ ആന്റണി PVയുടെയും ആനിയുടെയും 7 മക്കളിൽ മൂത്ത മകൻ. പാസ്റ്ററൽ തിയോളജിയിൽ മാസ്റ്റർ ബിരുദം നേടിയ ഫാദർ പല്ലോട്ടിനസ് കോൺഗ്രിഗേഷൻ അംഗമാണ്. ഇടവക വികാരി, CBCI എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫോർ ഡെയിലി കമ്മീഷൻ, CCI നാഷണൽ സെക്രട്ടറി കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിൽ മഹനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. പ്രൊവിൻഷ്യൽ പ്രഭുപ്രകാശ് പ്രൊവിൻസ് നാഗ്പൂർ, റെക്ടർ മൈനർ സെമിനാരി, പാസ്റ്ററൽ കമ്മീഷൻ പ്രസിഡന്റ് എന്നീ കോൺഗ്രിഗേഷൻ പദവികളും വഹിച്ചിട്ടുണ്ട്. ഫാദർ വർഗീസ് പുല്ലനെ സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹ ആദരവുകളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സന്യാസത്തിലേക്കുള്ള വരവും ഈ ഒരു സഭ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചെറുപ്പം മുതലേ അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടവകയിൽ അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്തസംഘടനകളിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. തിരുബാല സഖ്യത്തിലും അൽത്താര സംഘത്തിലും സൊഡാൽത്തിയിലും CLCയിലുമൊക്കെ. അപ്പോൾ സഭയോടും സഭയുടെ പ്രവർത്തനങ്ങളോടും ഒക്കെ ഒത്തിരി താല്പര്യം ചെറുപ്പകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. കുടുംബവും കത്തോലിക്ക വിശ്വാസത്തിൽ ഏറെ ആഴപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്. മാതാപിതാക്കൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ വളരെ കൃത്യമായിട്ടും നിർബന്ധമായിട്ടും കുടുംബത്തിൽ പതിവാക്കിയിരുന്നു. അങ്ങനെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു കുടുംബ പ്രാർത്ഥന എന്ന് വെച്ചാൽ ആദ്യം തന്നെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് 32 കൂട്ടം നമസ്കാരങ്ങൾ ഉറക്കെ ചെല്ലണം എന്നുള്ളതാണ് നിർബന്ധം. എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളാണല്ലേ? 7 മക്കളാ. എത്ര ആണുങ്ങളാ? ഞാനാണ് ഏറ്റവും മൂത്തത്. ഞങ്ങൾ 2 ആമക്കള്, 5 പെൺമക്കള്. മൂത്ത ഒരാളുടെ ഒരു നേതൃത്വത്തിന്റെ ഒരു ഫീല് കാണുന്നു. ഒരു 6 നയിച്ചതിന്റെ ഒരു മൊത്തത്തില്. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ 32 കൂട്ടം പ്രാർത്ഥനകളും കാണാതെ പഠിക്കുകയായിരുന്നു. അപ്പൊ അത് എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ ആ 32 കൂട്ടം നമസ്കാരങ്ങൾ കാണാതെ പഠിക്കുമായിരുന്നു. അതിനുശേഷം കൊന്ത, പിന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു വണക്കമാസം ഉണ്ടാവും, പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നീണ്ട കുടുംബ പ്രാർത്ഥനയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമായിരുന്നു പാരൻസ്. അതിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയാലും അവർ ശ്രദ്ധിക്കും. ഒരു ദിവസം ഞാൻ പോയില്ല എങ്കിൽ എന്തു പറ്റി എന്ന് അവർ പ്രത്യേകം എടുത്ത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാല്യകാലത്തുണ്ടായിരുന്ന വികാരി അച്ഛന്മാരൊക്കെ വളരെ
നല്ല അവരുടെ ഒരു സ്വാധീനം വളരെ വലുതായിരുന്നു. അവരുടെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ കൂദാശ പരിക്രമം ചെയ്യുന്ന അവരുടെ ആ ശൈലി, പിന്നെ എല്ലാവരും വലിയ ബഹുമാനത്തോടുകൂടി അവരെ കേൾക്കുകയും അവരൊക്കെ ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ബഹുമാനത്തോടും സന്തോഷത്തോടും അവരെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അവർ ഇടവകയിൽ ചെയ്ത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരച്ഛനാകണം എന്ന്. അച്ഛനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത ചെറുപ്പകാലത്ത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നേൽ താഴെ 4 പെമ്മക്കളാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലെത്തുമ്പോഴും എനിക്ക് ഞാൻ മാത്രമായിരുന്നു ആണായിട്ട് വീട്ടിലുണ്ടായിരുന്നത്, ആൺകുട്ടിയായിട്ട്. അപ്പോൾ എല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തി ഈ സെമിനാരിയിൽ പോകുന്നതിൽ നിന്നും. കാരണം 4 പെമ്മക്കളാണ്, അപ്പച്ചന് കുടുംബത്തിന് ഒരു താങ്ങായി തണലായി നിൽക്കേണ്ടത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ ചിന്തയും കുറച്ച് അങ്ങ് ആ രീതിയിൽ ആയി. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു അനുജൻ ജനിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതെനിക്കൊരു വലിയ സന്ദേശമായിട്ട് തോന്നി. നിനക്കൊരു അനുജനൻ ഇല്ലാത്തത് കൊണ്ട് നീ അച്ഛനാകാൻ പോകാതിരിക്കരുത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന വികാരി അച്ഛൻ ജോസഫ് പാലാട്ടി അച്ഛൻ എന്ന വൈദികനായിരുന്നു. ഒത്തിരി യുവതി യുവാക്കളെ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ വൈദികരാകാനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എല്ലാവിധ പ്രോത്സാഹനം തരികയും വീട്ടിൽ ചെന്ന് മാതാപിതാക്കന്മാരോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തീരുമാനത്തിലെത്തി അച്ഛനാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ മിഷണറി ആയിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം, ഒരു മിഷൻ വൈദികനാകണമെന്ന് എന്നുള്ള ഒരു ആഗ്രഹം അച്ഛനോട് പറയുകയുണ്ടായി. അപ്പോൾ അച്ഛൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്നെയാണ് ഈ പള്ളോട്ടയൻ സഭയെക്കുറിച്ച് എന്നോട് ആദ്യമായി പറയുന്നത്. അതും വലിയൊരു നിമിത്തം എന്നോണമാണ്. അച്ഛൻ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കണ്ണ് ഡോക്ടർ കാണാൻ പോയതാണ്. അപ്പോൾ ഒരു ജർമ്മൻ പള്ളോട്ടയൻ വൈദികൻ തിരുവനന്തപുരത്ത് നിന്നും മൈനസ് സെമിനാരിയിൽ നിന്നും അതേസമയം ഈ കണ്ണ് ഡോക്ടർ കാണാനായിട്ട് ഒരു കണ്ണ് ഡോക്ടറാണ് വൊക്കേഷൻ പ്രൊമോട്ടർ. ആരായിരുന്നു കണ്ണ് ഡോക്ടർ? LF ഹോസ്പിറ്റലിൽ വരുന്നു. അപ്പോൾ അവർ ഡോക്ടർ കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർ തമ്മിൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ ജർമ്മൻ അച്ഛനാണ് പള്ളോട്ടയെന്നാണ് എന്ന് പറയുകയും ജോസഫ് പാലാട്ടി അച്ഛനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നൊരു അച്ഛനെ കണ്ടു, പള്ളോട്ടയനാണ്. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് പറ്റിയ സഭയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കന്ന് ഈ സന്യാസ സഭകളെക്കുറിച്ച് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കാരിസത്തെക്കുറിച്ചോ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അത്ര വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. ഒരു മിഷണറി വൈദികനാകണം എന്ന് മാത്രമായിരുന്നു നമ്മുടെ ചിന്ത. പിന്നെ വികാരിയച്ഛൻ എന്ന് പറയുന്നു, അതിനോട് യോജിച്ചു പോകാനാണ് ആഗ്രഹവുമായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവരെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് പള്ളോട്ടയൻ സഭയിൽ ചേരുന്നത്. 1989 വൈദികനാവുന്നത്. 89 ഏതാണ്ട് 35 വർഷം കഴിഞ്ഞു. 34 വർഷം. എവിടേക്കാണ് വൈദിക ശുശ്രൂഷ നിർവഹിച്ചത്? എൻ്റെ ആദ്യത്തെ നിയമനം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ അംബികാപൂർ എന്ന രൂപതയിലെ ബിഷ്രാംപൂർ എന്ന ഒരു മിഷൻ പാരിഷിലായിരുന്നു. ഈ പാരിഷ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് ഏരിയയിലാണ്, ഹോൾമൈൻ ഏരിയയിലാണ്. കൽക്കരി ഖനി ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടുത്തെ ആ ടൗൺഷിപ്പിലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. നമ്മുടെ കുറച്ച് കേരളത്തിൽ നിന്നുള്ള
കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ ആ ഇടവകയിലെ ഭൂരിഭാഗവും കത്തോലിക്കർ ഒരു 15 കിലോമീറ്റർ മുതൽ 160 കിലോമീറ്റർ വരെ അകലെ സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളിൽ ആണ് വസിച്ചിരുന്നത്. 160 കിലോമീറ്റർ ചുറ്റളവിലാണ് 160 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഇടവക. അപ്പോൾ അന്നൊക്കെ ഒരു നവവൈദികനായിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഭാഷയൊന്നും നമുക്ക് വലിയ വശമില്ലായിരുന്നു. എന്നാലും വലിയൊരു അനുഭവമായിരുന്നു ആ ഇടവകയിൽ. ആദ്യം 1 വർഷം അസിസ്റ്റൻ്റ് വികാരിയായിട്ടും 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ വികാരിയായിട്ട് നിയമിച്ചു. 5 വർഷം വികാരിയായിട്ടും അവിടെ ശുശ്രൂഷ ചെയ്തു. അവിടുത്തെ ആളുകളുടെ ഒരു സംസ്കാരം എങ്ങനെയായിരുന്നു? അങ്ങനെ കർഷകരാണോ അതോ അങ്ങനെ അവിടെ ആദിവാസികളാണോ? ഞാൻ പറഞ്ഞല്ലേ, ഈ ടൗൺഷിപ്പിൽ അവർ ഭൂരിഭാഗം പേരും ഈ കൽക്കരി ഖനിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരായിരുന്നു. അവർ ഈ ഛോട്ടാ നാഗ്പൂർ എന്ന ഏരിയയിൽ നിന്നുള്ള ഉറാവ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിലെ ഭാഷ ഉറാവ് ആയിരുന്നു അവരുടെ. പക്ഷെ പൊതുവായി നമ്മൾ സംസാരിക്കുന്നത് ഹിന്ദിയായിരുന്നു. ഉറാവ് ഭാഷ പഠിച്ചോ? ഉറാവ് ഭാഷ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. അത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഈ ഉറാവ് ഭാഷ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വേറെ ഏതൊക്കെ മേഖലകളിലാണ് അച്ഛൻ ഇടപെട്ടിട്ടുള്ളത്? അവിടെ നിന്ന് എനിക്ക് അടുത്ത നിയമനം കിട്ടുന്നത് മധ്യപ്രദേശിലെ കാണ്ടുവ എന്ന രൂപതയിലെ ഒരു പുരാതന മിഷൻ പാരീഷിലാണ്. അവിടെയും അത് തികച്ചും ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ്. ഏകദേശം 19 വ്യത്യസ്ത ഗ്രാമങ്ങളിലായിട്ടാണ് ഈ ഇടവകയിലെ കത്തോലിക്കർ വസിച്ചിരുന്നത്. വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയാണ്, സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും. അതൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. അവരുടെ സംസ്കാരവും അവരുടെ രീതികളും എല്ലാം വ്യത്യസ്തമായിരുന്നു. ഈ അവിടെയും ഞാൻ 3 വർഷക്കാലം അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനിടയിൽ അന്നത്തെ കാണ്ടുവ രൂപതയുടെ ബിഷപ്പ് ഏബ്രാഹാം വിരുത്തക്കുളങ്ങരയായിരുന്നു. അപ്പോൾ ഏബ്രാഹാം വിരുത്തക്കുളങ്ങരയായിട്ട് നല്ലൊരു ആത്മബന്ധം തന്നെ അതിലൂടെ വളർത്തിയെടുക്കാൻ സാധിച്ചു. ഞാൻ ഡയസിലെ ബിഷപ്പിൻ്റെ കൺസൾട്ടറായിരുന്നു, പാസ്റ്ററൽ കോർഡിനേറ്ററായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മിഷൻ ഇടവകയുടെ വികാരിയുമായിട്ട് ചെയ്തു. ഇടവകയിൽ സ്കൂളും ഹോസ്റ്റലും എല്ലാം ഉണ്ടായിരുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ഈ 2 ഇടവകകളിലും രൂപതകളിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നത്, വ്യത്യസ്ത സംസ്കാരമുള്ളവർ. ഇതിലൊന്നും നമുക്ക് വലിയ വശമില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഒരു വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയ ഒരു നല്ല മനസ്സും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനായിട്ട് വിശാലതയുള്ള ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ കടന്നു വന്നു. ഏത് ഭാഷയും അവിടെ കൊണ്ട് ധാരണയാവും അല്ലേ? സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ആരുമില്ല ഈ ലോകത്തിൽ എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു ബോധ്യത്തിലേക്ക് വളരുകയും ആ രീതിയിൽ അജപാലിനെ ശുശ്രൂഷിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവരെ സ്നേഹിക്കുന്നതിലധികമായിട്ട് അവരെന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും അങ്ങനെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ, എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ അതിലൂടെ രൂപപ്പെട്ടു എന്നാണ് എനിക്കിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പറയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. അച്ഛൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ ശുശ്രൂഷയിൽ അച്ഛൻ്റെ സേവന മേഖലകൾ ഏതൊക്കെയായിരുന്നു? സന്യാസ സമൂഹത്തിൽ ഈ 2 മിഷൻ
പ്രദേശത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം സന്യാസ സമൂഹത്തിൽ തന്നെ ഉപരിപഠനത്തിനായിട്ട് ഫിലിപ്പൈൻസിലേക്ക് വിടുകയുണ്ടായി. പാസ്റ്ററൽ തിയോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. അത് കൂടുതലും അതിന് വിടാനുള്ള ഒരു കാരണം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യം സഭയിലെ അൽമായരെ അവർക്ക് വേണ്ടതായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ട് സഭയിൽ സജീവമായിട്ട് പങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വത്തോടു കൂടി സഭയുടെ ദൗത്യം നിർവഹിക്കുക എന്നുള്ള ഒരു വലിയൊരു കാരിസം ഞങ്ങൾക്കുണ്ട്. ഒരു സിനഡാലിറ്റി. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയും പിതാക്കന്മാരും ഒക്കെ പറയുന്ന ആ ഒരു സിനഡാലിറ്റി അത് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു എന്നെ ഉപരിപഠനത്തിനായിട്ട് ഫിലിപ്പൈൻസിലേക്ക് വിടുന്നതും. തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പളോടൻ അനിമേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്ററുണ്ട് നാഗ്പൂർ, PAC. അത് പ്രത്യേകിച്ചും അൽമായരെ വാർത്തെടുക്കുന്നതിൽ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ കുടുംബ കൂട്ടായ്മ, ഫാമിലി യൂണിറ്റ്സ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള ഫോർമേഷൻ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും കൊടുക്കുന്ന ഒരു സെൻ്ററാണ് ഈ നാഗ്പൂർ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായി. അവിടെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഒരു വർഷത്തിന് ശേഷം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അൽമായ ഫാമിലി കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് നിയമിതനായി. കേരള കത്തോലിക്ക സഭയാണ് CBCI. അപ്പം ഓൾ ഇന്ത്യ ഭാരത കത്തോലിക്ക സഭയുടെ 8 വർഷം എല്ലാ രൂപതകളിലെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ രൂപതകളിലെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാ രൂപതകളിലും പോകാൻ സാധിച്ചു. അപ്പോൾ എല്ലാ മെത്രാന്മാരുമായിട്ടും രൂപതയിലെ പ്രധാനപ്പെട്ട വൈദികരൊക്കെ ആയിട്ടും പല റിലീജിയസ് കോൺഗ്രിഗേഷൻസുമായിട്ടും അൽമായ നേതാക്കളുമൊക്കെ ആയിട്ട് ഇടപഴകുവാനും ഒക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു. അപ്പോൾ ഇതിനിടയിൽ വേറൊരു ഉത്തരവാദിത്വവും കൂടി ഭാരത സഭ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അതായത് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും പ്രതിനിധികളടങ്ങുന്ന ഒരു സംഘമാണ്. അതായത് പാരിഷ് ലെവലിൽ നമുക്ക് പാരിഷ് കൗൺസിലും ഡയസിഷൻ ലെവലിൽ ഡയസിഷൻ പാസ്റ്ററൽ കൗൺസിലും ഉള്ളതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ളൊരു കൗൺസിലാണ് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന്. അപ്പോൾ അതിൻ്റെ നാഷണൽ സെക്രട്ടറി ആയിട്ടും 2 ടേം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. നല്ലൊരു സംഘാടകനായി മാറി. സഭയിൽ അറിയപ്പെടുന്ന സംഘാടകനാണ്. അത് കഴിഞ്ഞപ്പോൾ സഭയിൽ മൈനർ സെമിനാരി റെക്ടറായിട്ട് നിയമിതനായി. അപ്പോൾ മൈനർ സെമിനാരി റെക്ടറായിട്ട് ഫോർമേറ്ററായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. കൺസൾട്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2014 പ്രൊവിൻഷ്യലായിട്ട് പ്രഭുപ്രകാശ് പ്രോവിൻസ് നാഗ്പൂരിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 ടേം പ്രൊവിൻഷ്യലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സഭയിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കാനും. ഞാൻ പ്രൊവിൻഷ്യൽ 2 ടേം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ച് കുറച്ച് നാൾ ഒരു ഇടവകയിൽ വീണ്ടും ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. ഈ കൂദാശകളൊക്കെ പരിക്രമം ചെയ്യുവാനുള്ള ഒരു അവസരം, അത് എൻ്റെ തന്നെ ഒരു സ്പിരിച്വൽ റിന്യൂവലിന് വേണ്ടി, ഒരു റിവൈവലിന് വേണ്ടി നിമിത്തമാവും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ എൻ്റെ പിൻഗാമിയായ പ്രൊവിൻഷ്യൽ ജോയ് പാലച്ചുവട്ടിനോട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അന്നത്തെ ഇടയന്ത്രത്ത് പിതാവ്
എനിക്ക് മുമ്പ് ക്ഷണിച്ചിട്ടുണ്ട് എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ 3 വർഷക്കാലം ഞാനിവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെയിൻറ്റ് ജോർജ് ചർച്ച് കാൽവരി മുന്നൂർപ്പള്ളിയിലെ ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. മുന്നൂർപ്പള്ളിയിൽ. ഇപ്പോൾ അത് ആ 3 ടേം കഴിഞ്ഞു. ഇപ്പോൾ എന്നെ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന ഞങ്ങളുടെ നാഗ്പൂർ പ്രോവിൻസ് അമേരിക്കയിലെ മിൽവോക്കി പ്രോവിൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അമേരിക്കയിലെ മിൽവോക്കി പ്രോവിൻസിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ജീവിത വിവരണമാണ് അങ്ങ് നൽകിയത്. പരിശീലന കാലത്തും ഇപ്പോൾ ഇതുവരെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാനും അനുഭവിപ്പിക്കുവാനും കഴിയുന്ന ഒരു ജീവിതം അല്ലേ. ഇനി സന്യാസ സഭയുടെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ ഒരു രീതിയെക്കുറിച്ചും സ്ഥാപകനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞങ്ങളുടെ സന്യാസ സഭ സ്ഥാപിതമാവുന്നത് 1835 സ്ഥാപകൻ സെയിൻറ്റ് വിൻസെൻ്റ് പലോട്ടി, റോമൻ പ്രീസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധൻ്റെ ഞങ്ങളുടെ സ്ഥാപകൻ്റെ ഉദ്ദേശ ലക്ഷ്യം സകല ജനപദങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുക, എല്ലാവരിലും ദൈവസ്നേഹവും ഉപവിയും വളർത്തുക. രണ്ടാമതായിട്ട് കത്തോലിക്കരിൽ നിർജീവമായിരിക്കുന്ന വിശ്വാസത്തെ പുനർജീവിപ്പിക്കുക, എല്ലാ കത്തോലിക്കരെയും നല്ല അപ്പസ്തോലന്മാരാക്കി മാറ്റുക. മൂന്നാമതായിട്ട് ആധ്യാത്മികവും ഭൗതികവുമായ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കരുതലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു ഈ സഭ സ്ഥാപിക്കുന്നതിലൂടെ വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ലക്ഷ്യം വെച്ചു. ഈ സഭയിൽ അംഗങ്ങളായിട്ട് വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായർ, എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും അംഗങ്ങൾ ആകാവുന്ന ഒരു അവസ്ഥയാണ് ഈ സഭയുടെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് 54 രാജ്യങ്ങളിൽ ആയിട്ട് പള്ളോട്ടയൻ സഭാംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഭാരതത്തിലേക്ക് പള്ളോട്ടയൻ ജർമ്മൻ പള്ളോട്ടയൻസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. 1951 മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആർച്ച് ഡയസിലാണ് അവരാദ്യം എത്തുന്നത്. അപ്പോൾ അന്നത്തെ ആർച്ച് ബിഷപ്പ് റായ്പൂർ മിഷനാണ് അവർക്ക് പ്രവർത്തന മേഖലയായിട്ട് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇന്ത്യൻ പള്ളോട്ടയൻസിൻ്റെ ചരിത്രം. എങ്ങനെയാണ് നമ്മുടെ ഇടവകകളാണോ അതോ മറ്റ് സ്ഥാപനങ്ങളാണോ? ഏതൊക്കെ മേഖലകളാണ്? വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, സാമൂഹിക സേവനം, അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങളുടെ സഭയുടെ? നല്ലൊരു ശതമാനം അംഗങ്ങളും അജപാലന ശുശ്രൂഷയിൽ വ്യാപൃതരാണ്, അതായത് ഇടവകകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കത്തോലിക്ക വിശ്വാസം നിർജ്ജീവമായി കൊണ്ടിരിക്കുന്ന ഇടവകകളിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെയും ഞങ്ങളുടെ കാരിസത്തിലൂടെയും ആ ഇടവകയെ സഭയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാനും സഭയിൽ സജീവമായ ഒരു ഘടകമായി മാറ്റുവാനുമായിട്ടാണ് ഞങ്ങളെ ക്ഷണിക്കാറ് സാധാരണ. അപ്പോൾ പിന്നെ ഈ കുടുംബ കൂട്ടായ്മകൾ കൂടുതൽ സജീവമാക്കുവാനായി. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? എന്താണ് സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2ാം വത്തിക്കാൻ സൂനദോസിന് ശേഷം സഭ എന്ന് പറയുമ്പോൾ മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും മാമോദിസ സ്വീകരിച്ച എല്ലാവരും ഉൾപ്പെടുന്നതാണ് സഭ എന്നാണല്ലോ 2ാം വത്തിക്കാൻ സൂനദോസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സഭ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒത്തിരി പാർട്ടിസിപ്പേറ്റ് സ്ട്രക്ചേഴ്സ് സഭയിലുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചേഴ്സ് എല്ലാം സജീവമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി. ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഫാമിലി യൂണിറ്റ്സ്, കുടുംബ കൂട്ടായ്മയുണ്ട്,
കുറച്ചുകൂടി വന്നുകൊണ്ട് ഈ പാരിഷ് കൗൺസിലുണ്ട്, വിവിധ ഭക്തസംഘടനകളുണ്ട്. ഇതിലെല്ലാം അൽമായർക്ക് സഭയുടെ ദൗത്യത്തിൽ കൂട്ടുത്തരവാദിത്വ മനോഭാവത്തോട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ അവർക്ക് ആവശ്യമായ ഫോർമേഷൻ കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതാണ്. അപ്പോൾ അങ്ങനെ ആ ജപാലന ശുശ്രൂഷയിൽ നല്ലൊരു ശതമാനം വൈദികരുണ്ട്. പിന്നെ മിഷൻ പ്രദേശങ്ങളിൽ പറഞ്ഞല്ലോ സകല ജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സുവിശേഷം പ്രസംഗിക്കപ്പെടാത്ത അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത, ക്രിസ്തുവിനെ അറിയാത്ത ഒത്തിരി മേഖലകൾ ഇനിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിഷൻ പ്രദേശങ്ങളിൽ പുതിയ മിഷൻസ് ആരംഭിക്കുക, അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ശതമാനം വൈദികർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പ്രസൻസ്? ഇന്ത്യയിൽ 15 സംസ്ഥാനങ്ങളിലോളം ഞങ്ങളുടെ അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എത്ര? 54 രാജ്യങ്ങളിൽ. എല്ലായിടത്തും ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണോ? എല്ലായിടത്തും ഇതേ പാറ്റേൺ അല്ല, വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളുണ്ട്. അതായത് ചില രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷനാണ്, അവർ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുണ്ട്. കേരളത്തിലാണെങ്കിൽ തന്നെ പള്ളോട്ടൈൻ സ്കൂൾസ്, നമ്മുടെ കോഴിക്കോട് പള്ളോട്ടൈൻ, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. നാഗ്പൂർ ഞങ്ങൾക്ക് വലിയ സെൻറ്റേഴ്സ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പിന്നെ 2 വലിയ സ്കൂളുകളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും സജീവമാണ്. 5 ഭൂഖണ്ഡങ്ങളിൽ 54 രാജ്യങ്ങളിലായി സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും സജീവമായ സാക്ഷ്യം പള്ളോട്ടൈൻ സഭ. ഈ സഭ വളരുകയാണ്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇനിയും ക്രിസ്തുവിൻ്റെ ചൈതന്യം പേറുന്ന നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് പുലനച്ചനെ പോലെ ആ മുഖത്തെ പ്രസാദം, ആ ചിരി, അത് പള്ളോട്ടൈൻ സഭയുടെ ഒരു ഐക്കണാണ്. ഈ മനോഹരമായ പുഞ്ചിരി അത് ആത്മസമർപ്പണത്തിൻ്റെ, വൈദിക സന്യാസ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു ചിഹ്നമാണ്. ഇത് പള്ളോട്ടൈൻ സഭയുടെ ഒരു മുഖഭാഷയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതുപോലെ വളരെ വ്യത്യസ്തമായ ഒട്ടനവധി ജീവിത സാക്ഷ്യങ്ങളുമായി വീണ്ടും ഈ വേദിയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം. സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ ഓർക്കും സിസ്റ്റർ ആകണമെന്നൊക്കെ ഓർക്കും. പക്ഷേ ഞാൻ ഓർക്കും എനിക്കൊന്നും അതിനെ പറ്റില്ല, എനിക്ക് അതിനൊന്നും ഉള്ള ഇതില്ല എന്നൊക്കെ ഓർക്കുമായിരുന്നു. നമ്മുടെ മദർ തെരേസയുടെ ഒരു അനുഭവമായിട്ട് വളരെ സാമ്യമുണ്ട് ഈ സുഗുണാമ്മയുടെ ഈ ഒരു അനുഭവം. പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവനാകാൻ, ഒന്നുമില്ലാത്തവനായിട്ട് ആകാനായിട്ട് ജീവിതം ആഗ്രഹിച്ചത്, അതും എൻ്റെ മനസ്സിൽ ഒത്തിരി ടച്ച് ചെയ്തിട്ടുണ്ട്.